ഹായ്, അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിലമ്പൂർ പാട്ടിന് പോകാൻ ഞങ്ങൾ. അപ്പം നിലമ്പൂർ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിത് വഴി അറിയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. നിലമ്പൂർ പാട്ടിന് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഇതാട്ടോ ഇത്. അപ്പോൾ നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. നമ്മൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണേ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ അത് നടന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കണ്ടത് മത്സ്യകന്യകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളതൊന്നും കാണാൻ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വിലം കുറിച്ച് പോയിട്ട് വേണം കേട്ടോ അങ്ങോട്ട് കയറാൻ. അങ്ങനെ ഞങ്ങൾ പാട്ടുത്സവത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അടിപൊളി വൈബാണേ. ഇന്ന് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ പല കച്ചവടക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞാൻ നടക്കുകയാണ്. അതിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും വലിയവർക്ക് ഊഞ്ഞാലിലാടാൻ പറ്റിയ ഒക്കെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 യന്ത്രൂഞ്ഞാലുണ്ട് ഇപ്രാവശ്യം. 2 യന്ത്രൂഞ്ഞാലുണ്ട്. ഇത് പൈനാപ്പിൾ ഉപ്പിലിട്ടാണ് കേട്ടോ. അടിപൊളി മുളകൊക്കെ ഇട്ടാണ് തേച്ച് വെച്ചതാണ്. പിന്നെ ഉള്ളത് എന്താ കുറേ കുട്ടികൾ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മൈലാഞ്ചിൻ്റെ അച്ചിൻ്റെ അതുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ മീലു കരയിലൊടിച്ചിക്കണം. നമുക്ക് കൈമാടണം എന്ന് പറഞ്ഞാണ്ട് കരയിലൊടിച്ചിക്കണം കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ ഇതാക്കി. പക്ഷേ ഇതിലുള്ള ആടാൻ പറഞ്ഞിട്ട് ഓൾക്ക് ആടില്ല. ഭയങ്കര പേടിയായിട്ടോ. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് കുട്ടികൾ കളിക്കുന്ന സ്ഥലം കണ്ടത്. അപ്പോൾ ഇതൊന്ന് അവളെ കയറ്റി കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. പോകുമ്പം യന്ത്രൂഞ്ഞാലുണ്ട്, പിന്നെ തോണിയുണ്ട് കേട്ടോ. അങ്ങനെ തോണിയിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ കയറി അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് അവരൊക്കെ കയറിപ്പോയിട്ടോ. ഭയങ്കര സ്പീഡിൽ പോകണ്ടേ. ആദ്യം തന്നെ പതുക്കെ പോയി. മക്കളൊക്കെ കരയിലെടുത്തിട്ടുണ്ട് അതിനുള്ളൊന്ന്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണാം. അതിൻ്റെ അപ്പുറത്ത് തന്നെ യന്ത്രൂഞ്ഞാലിൻ്റെ ഇതും കാണാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പോകുമ്പോൾ കണ്ടത് കടല വറുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അവർ യന്ത്രൂഞ്ഞാലിൽ കയറാൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. പോകുമ്പോഴാണ് മിലുവിന് മൈലാഞ്ചിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ മസാലക്കമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നടന്നു പോയപ്പോഴാണ് കേട്ടോ കണ്ടത് ഷൂവിൽ കയറാൻ. ഷൂവിൽ ആരും കയറിയിട്ടില്ല. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് അടിച്ചണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കരുത്. വീണ്ടും ഓർമ്മിപ്പിച്ചാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മിലുവിന് മൈലാഞ്ചി ഇടണം പറഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടോ. ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ചെറിയ കുട്ടിയാട്ടോ ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പ്രായമുള്ള കുട്ടിയാണിത്. നമ്മളെ മക്കളെ പ്രായം തന്നെയുള്ളൂ. ചെറിയ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ കഴിവ് കണ്ടിന് സമ്മതിച്ച് പോയിട്ടോ. അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവൾക്ക്. മൈലാഞ്ചി ഇട്ടത് ഭയങ്കര ഇഷ്ടമായിക്കണേ. അപ്പോൾ നിറച്ചിടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പുറത്ത് ഇടാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇത് മതി എന്ന് പറഞ്ഞു അവൾ പോകുകയാണേ. ഈ മൈലാഞ്ചി ഇഷ്ടമായാൽ ലൈക്ക് അടിച്ചണം കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേര്, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞാൻ ഇവിടുന്ന് കണ്ടുമുട്ടിട്ടോ. എൻ്റെ കട്ട ചെങ്കായ, എൻ്റെ ഉറ്റ കൂട്ടുകാരത്തി, കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണേ. പക്ഷെ അവളെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അവർക്ക് ഇത് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവളെ ഇതിൽ നിന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ഉറ്റ സുഹൃത്ത്, അവളെ ഞാൻ കണ്ടു. കുറച്ച് നേരം സംസാരിച്ചും ചെയ്തിട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ ഫാൻസിക്ക് കയറിയത്. ഇവിടെ തന്നെ ഫാൻസി അടിപൊളി കമ്മലുണ്ട് കേട്ടോ. കമ്മൽ ഏതെടുത്താലും 40 രൂപയാണ് കേട്ടോ. അടിപൊളി കമ്മലുണ്ട്. അതിലൊരു കമ്മൽ ഞാൻ വാങ്ങി കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഫാൻസി കേട്ടോ. അപ്പോൾ ഞങ്ങളതൊന്നും നോക്കിയില്ല, ഒന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന് കരുതി
നല്ല അടിപൊളി കമ്മൽ സ്റ്റഡ് ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം നടന്നു പോയപ്പോൾ ബാഗുകൾ കുറച്ച് വിൽക്കുന്നുണ്ട് കേട്ടോ. പലതരം കച്ചവടക്കാരാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അപ്പുറത്തും അതേപോലെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി കോളിഫ്ലവർ കിട്ടും പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത് കേട്ടോ. കോളിഫ്ലവർ ഒറ്റക്കല്ല കേട്ടോ, പാനിപ്പൂരി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ ഒരു ആഗ്രഹം കേട്ടോ, കോളിഫ്ലവർ പൊരിച്ചത് തിന്നാൻ കേട്ടോ. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അങ്ങനെ ഒരു പ്ലേറ്റിന് അത് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പ്ലേറ്റ് വാങ്ങി. അതിൻ്റെ മേലെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു. രസം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂട് കുറവായിരുന്നു കേട്ടോ, തണുത്ത് പോയിരുന്നു. കുഴപ്പമില്ല കേട്ടോ, പക്ഷെ എന്നാലും ചൂടുണ്ടായിരുന്നെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോയത് ഹലുവയും പിന്നെ മുട്ടായപ്പം കൂടി വാങ്ങാൻ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോരുകയാണ്, വീട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് കുറേ നോക്കി, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം വിചാരിച്ചിട്ട് ഞങ്ങൾ മടങ്ങി പോകാൻ കേട്ടോ. ഇനി പോകണ വഴിക്ക് അതുണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പാടെ വണ്ടിയിൽ കൊള്ളൂല കേട്ടോ. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഓട്ടോ ഞങ്ങൾക്ക് വലിയ ഓട്ടോ കിട്ടണം, അല്ലാതെ എല്ലാവരും പാടെ കൊള്ളൂല കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് ബസ്സിൽ പോയാലോ വെച്ച് ബസ് പോയില്ല, ഓട്ടോറിക്ഷ കാത്തു നിന്ന് ഓട്ടോറിക്ഷയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് ബ്ലോക്കാണ് കേട്ടോ, ഇവിടെ വണ്ടികളൊക്കെ ബ്ലോക്കാണ്. പോകുന്ന വഴി അടിപൊളി ബലൂണിൻ്റെ ഇതുണ്ട് കേട്ടോ. കുറേ കച്ചവടക്കാരുണ്ട്, പോകുന്ന വഴിക്കൊക്കെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, ഇങ്ങനെ നടന്ന് പോകാനുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കണ്ടുമുട്ടി പൈനാപ്പിൾ ഉപ്പിലിട്ട്, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ 3 വാങ്ങിട്ടോ, 4 വാങ്ങി, ഒരെണ്ണം മാങ്ങയും കൂടി വാങ്ങിട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കുറവായിരുന്നു, എന്നാലും കഴിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.